ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ഭംഗിയുള്ള ഐറിസ് ഫ്ലവർ ഉണ്ടാക്കിയാലോ? ഇതിനായി 3 കളർ ക്രേപ്പ് പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം ബ്ലൂ കളർ ക്രേപ്പ് പേപ്പർ ഈ ഷേപ്പിൽ കട്ട് ചെയ്യുക. മെഷർമെൻറ്റ് ഞാൻ പറയുന്നില്ല, ഞാൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ചെയ്യുക. ഇനി ആ ലൈൻ കാണുന്ന ഭാഗത്ത് ഞാൻ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ആ കട്ട് ചെയ്തെടുത്ത ഭാഗം തിരിച്ച് പിടിക്കുക. കാരണം ഈ ക്രേപ്പ് പേപ്പറിൽ വന്നിരിക്കുന്ന ലൈൻസ് ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഗം എടുക്കുക, ഇതുപോലെ ഗം ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റെം വയർ എടുത്തിട്ട് ഗം പുരട്ടിയ ഭാഗത്ത് വയ്ക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡാക്കി വെച്ച ക്രേപ്പ് പേപ്പർ എടുത്ത് ഒട്ടിക്കുക. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ 3 എണ്ണമാണ് വേണ്ടത്. ഞാനിവിടെ 2 എണ്ണം നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇനി ഇത് ഫ്ലവർ പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഞാൻ കാണിക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്യുക. ഇനി ഈ പെറ്റൽസിന് ഒരു ഷേപ്പ് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. പെറ്റലിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യണത്. 1 സൈഡ് മാത്രം ഈ ഷേപ്പിൽ കട്ട് ചെയ്താൽ മതി. അതിന് ശേഷം ചെറിയ രീതിയിൽ സിക്സാഗ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളും ഈ ഫ്ലവർ ഉണ്ടാക്കി നോക്കാൻ ട്രൈ ചെയ്യുക. കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ ക്രേപ്പ് പേപ്പർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയുള്ള ക്രേപ്പ് പേപ്പർ യൂസ് ചെയ്യുക. കണ്ടോ? ഇതേപോലെ കട്ട് ചെയ്യുക. ഇവിടെ 3 പെറ്റൽസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി യെല്ലോ കളർ ക്രേപ്പ് പേപ്പർ എടുക്കുക. എന്നിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ 3 എണ്ണമാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ 3 എണ്ണം കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ പെറ്റലിൻ്റെ നടുക്കായിട്ട് ക്രയോൺ വെച്ചിട്ട്, വൈറ്റ് ക്രയോൺ വെച്ചിട്ട് ഇതുപോലെ ഒന്നൊരു ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. പെൻസിൽ കളറോ ആക്രിലിക് പെയിൻറ്റോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ആക്രിലിക് പെയിൻ്റ് ആകുമ്പോൾ ശ്രദ്ധിക്കണം, കളറ് വെള്ളം ചേർക്കാതെ ചെയ്യുക. ഇനി ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന യെല്ലോ കളർ ക്രേപ്പ് പേപ്പർ എടുത്തു. ഗം പുരട്ടിയിട്ട് ഈ പെറ്റലിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ? ഇതുപോലെ ഞാൻ 3 എണ്ണത്തിനും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പെറ്റൽസിൻ്റെ സൈഡിലായിട്ട് ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. ക്രേപ്പ് പേപ്പർ ആയതുകൊണ്ട് തന്നെ സ്ട്രെച്ചബിൾ ആണ്. അത് നമ്മൾ ഇതുപോലെ ചെയ്താൽ സ്ട്രെച്ച് ആയിട്ട് വരും. ഇനി പിന്നെയും ബ്ലൂ കളർ ക്രേപ്പ് പേപ്പർ എടുക്കുക, ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് പെറ്റലിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. 3 പെറ്റൽസ് ചെറുതും 3 പെറ്റൽസ് വലുതുമായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. ഐറിസ് ഫ്ലവറിന് ഒരു പ്രത്യേക ഷേപ്പാണ്. അപ്പോൾ പെറ്റൽസിനും പ്രത്യേക ഷേപ്പാണ്. ആദ്യം വെട്ടിയതും പെറ്റൽ തന്നെയാണ്, ഇതും പെറ്റൽസ് തന്നെയാണ്. ഇത് 3 എണ്ണം ചെറുതും 3 എണ്ണം വലുതുമാണ്. ക്രേപ്പ് പേപ്പർ സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ എല്ലാ പെറ്റൽസും ചെയ്തു കൊടുക്കാം. ഇനി വീണ്ടും ഒരു പീസ് ക്രേപ്പ് പേപ്പർ എടുക്കുക. സ്റ്റെം വയറിന് ചുറ്റും ഗം വെച്ചിട്ട് ഈ ക്രേപ്പ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക.
ഓരോ പെറ്റൽസും ഞാനിവിടെ നൂല് വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗം യൂസ് ചെയ്യാം, ഗ്ലൂ ഗണ്ണോ യൂസ് ചെയ്യാം. ഞാൻ നന്നായി ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നൂലാണ് ഉപയോഗിക്കുന്നത്. ഞാനീ ചെയ്യുന്ന പോലെ തന്നെ ഓരോ പെറ്റലും ഫിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവർ ഏതാണ്? ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാമോ? ചെറിയ 3 പെറ്റൽസ് ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വലിയ 3 പെറ്റൽസ് അതുപോലെ തന്നെ വെച്ച് നൂല് വെച്ച് ചുറ്റി കൊടുക്കുകയാണ്. ഈ 6 പെറ്റൽസും ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ 3 പെറ്റൽസ്, വലിയ പെറ്റൽസ് ഓരോന്നായിട്ട് നൂല് വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഗ്ലൂ വെച്ചിട്ട് ഞാൻ ഈ ഫ്ലവറിൻ്റെ താഴെയായിട്ട് ആ ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചതിന് ശേഷം ഞാൻ ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ഇതുപോലെ അതിന് ചുറ്റും ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബ്രൗൺ കളർ പേപ്പർ എടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കവറാണ്. അത് ലീഫിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഞാനത് ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കണുണ്ട്. ഇനി അത് ഫ്ലവറിൻ്റെ താഴെയായി വെച്ചിട്ട് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുക. ഇനി ഗ്രീൻ കളർ ക്രേപ്പ് പേപ്പർ എടുക്കുക, ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഞാൻ 3 സൈസിലായിട്ട് ലീഫ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ലീഫുകൾ ആദ്യവും വലിയ ലീഫ് ലാസ്റ്റും ആയിട്ട് വെച്ചിട്ട് ഗ്രീൻ ടേപ്പ് വെച്ച് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഐറിസ് ഫ്ലവർ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.